പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സുഭാഷിതങ്ങളുടെ പുസ്തകം 21 അധ്യായം 2 തിരുവചനത്തിലൂടെ ഇതാ കർത്താവ് സംസാരിക്കുന്നു. മനുഷ്യന് തൻ്റെ വഴികൾ ശരിയെന്ന് തോന്നുന്നു, എന്നാൽ കർത്താവ് ഹൃദയത്തെ തൂക്കി നോക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ തെളിയുന്നത് പലതും ശരിയെന്ന് നമുക്ക് തോന്നുമെങ്കിലും ആ വഴി കർത്താവിൻ്റെ വഴി ആകണമെന്നില്ല. ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മുടെ ചിന്തകൾക്കും വഴികൾക്കുമൊക്കെ അപ്പുറത്താണ്. കർത്താവ് തൂക്കി നോക്കുന്നത് നമ്മുടെ ഹൃദയത്തെയും. ഭാരം കുറഞ്ഞ ഹൃദയമാണോ നമ്മുടേത് എന്നതാണ് അവിടുന്ന് നോക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ തൂക്കം കൂട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് ഉത്കണ്ഠയാണ്. പിന്നീട് നമ്മൾ മനസ്സിൽ പേറുന്ന അനാവശ്യമായ ചില ഭാരങ്ങൾ, വെറുപ്പിൻ്റെ, തെറ്റിദ്ധാരണയുടെ, ഭയത്തിൻ്റെയൊക്കെ ഭാരങ്ങൾ. ഇവ നമ്മുടെ ഹൃദയത്തിൻ്റെ തൂക്കം കൂട്ടും. ഈശോയ്ക്ക് ആവശ്യം ഭാരം കുറഞ്ഞ, തൂക്കം കുറഞ്ഞ ഹൃദയമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരം കുറയുമ്പോൾ കർത്താവ് നമുക്കായി നിശ്ചയിച്ച വഴികളും നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു കിട്ടും. നമ്മുടെ ആലോചനകളെ മറികടക്കുന്ന കർത്താവിൻ്റെ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിലും തെളിഞ്ഞു വരും. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഹൃദയത്തിൻ്റെ ഭാരങ്ങളെല്ലാം നമുക്ക് ഇറക്കി വയ്ക്കാം. ഹൃദയത്തെ തൂക്കി നോക്കുന്ന ഈശോ ഇതാ നമ്മുടെ ജീവിതത്തെ കുറിച്ച് പദ്ധതികൾ മെനയുന്ന കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുവാനായി ഇവിടെ സന്നിഹിതനായിരിക്കുന്നു. അവിടുത്തെ പദ്ധതികൾ ശാശ്വതങ്ങളാണെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ശാശ്വതമായ പദ്ധതി നമ്മുടെ ജീവിതത്തിലും നിറവേറുവാനായി നമ്മുടെ ഭാരങ്ങളും നമ്മൾ വഹിക്കുന്ന വ്യഥകളുമൊക്കെ ഈശോയുടെ സന്നിധിയിൽ ഇറക്കി വയ്ക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.